ഇന്ന് രാവിലെ ജേഡുക്കുട്ടൻ സ്കൂളിൽ നിന്ന് ഫീൽഡ് ട്രിപ്പിനായിട്ട് പോയി. അങ്ങനെ ജേഡുവിനെ സ്കൂളിൽ കൊണ്ട് ഫീൽഡ് ട്രിപ്പിന് കയറ്റി വിട്ടിട്ട് ഞാനും ജസ്റ്റിയും നേരെ അങ്ങ് ഇറങ്ങി. ജസ്റ്റ് പറഞ്ഞു വൈകുന്നേരം വരെ സമയമുണ്ട്, എന്താണെന്ന് വെച്ചാൽ പ്ലാൻ ചെയ്തോളാൻ. അങ്ങനെ പ്ലാനിങ് കമ്മിറ്റി ബോർഡ് മെമ്പറായിട്ട് ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടു. അങ്ങനെ എനിക്കൊരു ഓപ്ഷൻ കിട്ടിയ ജസ്റ്റ് എന്നോട് ചോദിച്ചു ഇനി എന്താ പ്ലാൻ. ഞാൻ ജസ്റ്റിയോട് പറഞ്ഞു ജസ്റ്റ് എന്ത് പ്ലാൻ ചെയ്താലും ഞാൻ കൂട്ടത്തിലുണ്ട്, കട്ടയ്ക്ക് എവിടെ വേണേലും പോകുമോ, വീട്ടിൽ പോകണമെന്ന് മാത്രം പറയാതിരുന്നാൽ മതി. അങ്ങനെ ഞങ്ങൾ തീരുമാനിച്ചു എന്നാൽ ഒരു ഡേറ്റിംഗ് ഒക്കെ ആയേക്കാന്നല്ലേ, നേരെ ഫുഡ് കഴിക്കാൻ പോകാമെന്ന് വിചാരിച്ചു. അതല്ലേലും നമ്മളൊരു പരിപാടി പ്ലാൻ ചെയ്യുമ്പോൾ ആദ്യം ഫുഡിലല്ലേ സ്റ്റാർട്ട് ചെയ്യുക. അല്ലെങ്കിലും ഞാൻ പറഞ്ഞിട്ടില്ലേ ഞങ്ങളുടെ മെയിൻ സ്ലോഗൻ തന്നെ അന്നമാണ് ഉന്നം എന്ന്. അതിപ്പം ഞങ്ങളെ രണ്ടുപേരെയും കണ്ടറിയത്തില്ലല്ലേ അന്നം ഉന്നം വെക്കുന്ന ആൾക്കാരാന്ന്. അല്ലേലും ഒരു പരിപാടി തുടങ്ങുമ്പോൾ ഫുഡേ വേണം ആദ്യം പിടിക്കാൻ. വയറ് നന്നായിട്ട് നിറഞ്ഞാലല്ലേ മനസ്സ് നിറയുള്ളൂ. അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയത് നമ്മുടെ സെൻട്രോ റൊട്ടാനയിലായിരുന്നു. കുറേ നാളായിരുന്നു ഒരു ബുഫേ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു തുടങ്ങി. ശരിക്കും ചിലപ്പോഴൊക്കെ ഞാൻ ചിന്തിക്കാറുണ്ട് ഇതിപ്പം ഞങ്ങളൊരു സെക്കൻഡ് ഹണിമൂൺ സ്റ്റേജ് ആണോ എന്ന്. അല്ലെങ്കിൽ നമ്മുടെ ഹണിമൂണും നമ്മുടെ ലൈഫും ഒക്കെ ഡിസൈഡ് ചെയ്യുന്നത് നമ്മൾ സാധാരണ കല്യാണമൊക്കെ കഴിഞ്ഞ് കുറച്ച് വർഷം കഴിയുമ്പോൾ നമുക്കൊക്കെ ഒരു മടിയാണ് തന്നെ ഫുഡ് കഴിക്കാൻ പോകാൻ, തന്നെ കറങ്ങാൻ പോകാൻ, എവിടെയെങ്കിലുമൊക്കെ മൂവിക്ക് പോകാനൊക്കെ. കാരണം നമ്മൾ ചിന്തിക്കും പിള്ളേരുണ്ടല്ലോ അവരില്ലാതെ എങ്ങനെയാണ് പോകുന്നത്, അവരെയും കൊണ്ട് പോകാം, അല്ലെ അവരില്ലേ വീട്ടിലിരിക്കാം. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കും കല്യാണമൊക്കെ കഴിഞ്ഞ് പിള്ളേരായാലും നമുക്ക് വേണ്ടി നമ്മൾ കുറച്ച് ടൈമൊക്കെ സ്പെൻഡ് ചെയ്യണമെന്നേ ഇതിന് മുമ്പൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ നമുക്ക് വേണ്ടിയും ജീവിക്കണം. കാരണം കുറച്ച് കഴിയുമ്പോൾ ഈ പിള്ളേരൊന്നും നമ്മുടെ കൂടെ ഒന്നും കാണില്ല, അതുങ്ങളുടെ പാട് തേടിപ്പോവും. അപ്പം നമ്മുടെ പ്രായവും നമ്മുടെ സമയവും ഒന്നും നമ്മളോട് കാണത്തില്ലെന്നേ. അപ്പം നമുക്കൊരു റിഗ്രറ്റ് തോന്നരുത്, അയ്യോ അന്ന് നമ്മൾ പോയില്ലല്ലോ, നമ്മളെ കൊണ്ടൊന്നും പറ്റിയില്ലല്ലോ, നമുക്ക് പറ്റുമായിരുന്നല്ലോ എന്നൊക്കെ. ഈ പ്രായവും ഈ സമയവും ഈ കാശും ഒന്നുമേ എല്ലാം കൂടെ ഒന്നിച്ച് കിട്ടത്തില്ല. അതല്ലേ ഇതെല്ലാം കൂടെ ഒന്നിച്ച് വരുമ്പം നമുക്കൊട്ടും ഒക്കത്തുമില്ല. അതുകൊണ്ട് നമുക്ക് എപ്പോഴാണോ സമയമെന്ന് വെച്ചാൽ അപ്പോഴങ്ങ് ലൈഫ് അങ്ങ് അടിച്ചു പൊളിച്ചോണം. ശരിയല്ലേ ഞാൻ പറഞ്ഞു? നമ്മുടെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് വളരെ ചെറിയൊരു സമയമൊന്നേ, പെട്ടെന്ന് അങ്ങ് തീർന്നു പോകും. ഇന്നാ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഉള്ള അടിച്ചങ്ങ് പൊളിച്ചു. അല്ല നമ്മളൊക്കെ മരിച്ചങ്ങ് മണ്ടേ ചെല്ലുമ്പോൾ തമ്പുരാൻ നമ്മളോട് ചോദിക്കുമെന്നേ നിനക്കൊക്കെ ഒരു ജീവിതം തന്നിട്ട് നീയൊക്കെ എന്നാ ജീവിതം അടവുകയെ ജീവിച്ചേ. അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ പ്രഭാഷണം ഇവിടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അപ്പം ശരി, പോയേച്ചും വരാം.